ഇതിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഞാൻ ഈ ചാനൽ നിർത്തും. പിന്നെ നിങ്ങൾ ഒന്നും നടക്കുന്നില്ല, 18ാമത്തെ അടവും പാളി, ഇനി 19 പരീക്ഷിച്ചേ മതിയാവും എന്നാണെങ്കിൽ അടുത്തത് ഞാനൊരു ഗസ് ചെയ്യേണ്ട ഒരു ഇത് പറഞ്ഞുതരാം. 5 ഓപ്ഷൻ അല്ല ഇല്ലത്. കുറെ മച്ചന്മാരുണ്ട് കറക്കിക്കുത്തം മാത്രമായിട്ട് എൻട്രൻസ് എഴുതാൻ വരുന്നത്. അവരൊരു പെണ്ണും കറക്കിട്ട് ഒരു വരുത്തുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും തിരിഞ്ഞിട്ട്, രണ്ടാമത് ഞാൻ ആടെ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. വേറൊരു ടീംസ് ഉണ്ട്, ഭഗവാനെ ഇത് ശരിയാകണേ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിതേഷ്. ഇന്നത്തെ വീഡിയോ ഒരുപാട് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ചേട്ടാ, കീമിന്റെ എക്സാം പാറ്റേണിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? എന്തൊക്കെയാണ് കീമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എന്തൊക്കെ പഠിച്ചാലാണ് എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ആദ്യം തന്നെ നമ്മൾ ഏതൊരു എക്സാമിന് പോകുമ്പോഴും ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? അതിന്റെ സിലബസ്, അതിന്റെ പാറ്റേൺ. അതൊന്നും അറിയാതെ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പോയിട്ടും കാര്യമില്ല. അതിപ്പോ കീം ആവട്ടെ, ജെഇ ആവട്ടെ, ബിറ്റ്സാറ്റ് ആവട്ടെ, KVPI ആവട്ടെ, എന്തിന് IAS പരീക്ഷ പോലും ആവട്ടെ, എക്സാം പാറ്റേണും അതിന്റെ ക്വസ്റ്റ്യൻസ് മോഡലും അറിയാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കീമിന് പേപ്പർ 1, പേപ്പർ 2 2 പേപ്പറാണ് ഉള്ളത്. പേപ്പർ 1 എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി. എനിക്ക് തോന്നുന്നു 48 ക്വസ്റ്റ്യൻസും 72 അങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കെമിസ്ട്രിക്ക് 48, ഫിസിക്സിന് 72. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 150 മിനിറ്റ്സ്, 2.5 മണിക്കൂർ. 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 450 മാർക്ക്. 5 ഓപ്ഷൻ ഉണ്ടാകും. ഉത്തരം ശരിയായ 4 മാർക്ക്, തെറ്റിയാൽ -1. പേപ്പർ 2 എന്ന് പറയുന്നത് ഭൂഗോളത്തിന്റെ സ്പന്ദനം. ഭൂഗോളത്തിന്റെ സ്പന്ദനത്തിനാണ് പേപ്പർ 2. അത് 2.5 മണിക്കൂറാണ്, 150 മിനിറ്റ്, 120 ക്വസ്റ്റ്യൻ, 450 മാർക്ക്. അങ്ങനെ ടോട്ടല് 960 മാർക്കിലാണ് നിങ്ങളുടെ കീം എൻട്രൻസ് റാങ്ക് വരിക. അത് പിന്നെ നോർമലൈസ് +2 മാർക്കൊക്കെ ഇട്ട് നോർമലൈസ് ചെയ്ത് ഒരുവിധമാകും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധറിയേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു കീമിന്റെ സ്ട്രാറ്റജി, എന്താണ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ പേപ്പർ 1-ൽ 2.5 മണിക്കൂറാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ കെമിസ്ട്രി ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾ മിക്കവാറും എല്ലാ കെമിസ്ട്രി ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നീടുള്ള 1.5 മണിക്കൂർ നിങ്ങൾ ഫിസിക്സിന് വേണ്ടി മാറ്റിവെക്കണം. കാരണം ഫിസിക്സ് എന്ന് പറയുന്നത് അത് ഒരു ഹൈ ലെവൽ സബ്ജക്റ്റ് തന്നെയാണ്. കുറച്ചൊക്കെ പണിയുണ്ട്, കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിക്കണം, ന്യൂമറിക്കൽസ് ഒക്കെ വരും. അതുകൊണ്ട് ഫിസിക്സിൽ നിങ്ങൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് കീമിന് മാർക്ക് കൂടാൻ. അതുകൊണ്ട് കെമിസ്ട്രി എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യുക. ഇതൊരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ പോയി കറുപ്പിച്ചുകൊണ്ടൊന്നും പറ്റൂല എന്ന് നമുക്കറിയാം. നന്നായി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തതായി കീമിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പേപ്പറാണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങളുടെ വിന്നിങ് ചാൻസ് കൂടും. കാരണം 2.5 മണിക്കൂർ കൊണ്ട് 120 ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെ ഇത് ഫുള്ള് ചെയ്തു തീർക്കുന്നവരുണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭുജികളൊന്നല്ല എൻട്രൻസിന് ഫസ്റ്റ് അടിക്കുന്നത് എന്ന്. കാരണം നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നതല്ല നോക്കുന്നത്, ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നതാണ് ടൈം മാനേജ്മെന്റ്. അതെ, ഇവിടെ കളിക്കുന്ന പ്രധാനപ്പെട്ട എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. ആ ഒരു സ്കില്ല് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തേ മതിയാകൂ. ഇനി ഇതിന് ഉപയോഗിക്കേണ്ട ചില കുറച്ചും കൂടി ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. കൂടാതെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് കണ്ടു, ചേട്ടാ കീമിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതാണ്, ഏതിനാണ് ഹൈ വെയിറ്റേജ് ഉള്ളത്? ഞാൻ പറയാൻ പോകുന്നത് കെമിസ്ട്രി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കെമിസ്ട്രി വിട്ട് കളയരുത്. കാരണം ഇത്രയും ഈസി ക്വസ്റ്റ്യൻസ് വരുന്നത് കെമിസ്ട്രിയിൽ നിന്ന് മാത്രമാണ്. ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ് ആൻഡ് ആറ്റോമിക് സ്ട്രക്ചർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല പിടുത്തുള്ളതായിരിക്കും. ആറ്റം, ഓർബിറ്റല്, ക്വാണ്ടം നമ്പർ, അത് വെച്ചിട്ടുള്ള ഒരു കളി, അത് ഈസിയാണ് മിക്കവാറും. ബ്ലോക്ക് എലമെന്റ്സിൽ S ബ്ലോക്ക്, P ബ്ലോക്ക്, D and F, മറ്റേ ബ്ലോക്ക്, തിരിച്ച ബ്ലോക്ക്, തിയറിയോട് തിയറിയാണ്. NCERT ബുക്ക് വായിക്കുക, പോവുക. അടുത്തതായി സ്റ്റേറ്റ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ എന്താണ്? ന്യൂമറിക്കൽസ് ആണ് സാധാരണ കാണാറില്ല. ബോയിൽസ് ലോ, ചാൾസ് ലോ, വാണ്ടർ വാൾസ് ഇക്വേഷൻ അങ്ങനത്തെ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, നോക്കിയാൽ കിട്ടും. ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, ഇതാണ് ഏറ്റവും നല്ല ഹോട്ട് ടോപ്പിക്. ഇതിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഞാൻ ഈ ചാനൽ നിർത്തും. കാരണം അത്രത്താണ് ബോണ്ട് എനർജി, ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് ഓർഡർ, ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ലെങ്ത്, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 2-3 ഷുവർ ആണ്.
അതെന്തായാലും പഠിച്ചു പോവുക. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ദയവായി ഒന്ന് കാണുക. അടുത്തതായി വലിയൊരു തിയറിയാണ് ബ്ല 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 പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ഹൈഡ്രജൻ. നല്ല വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെയാണ് നല്ല ന്യൂമറിക്കൽസും തല കറങ്ങുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ്, പ്യൂരിഫിക്കേഷൻ, മോളിന്റെ കണക്കെല്ലാം നിങ്ങൾ നന്നായി തന്നെ ബേസ് ഒന്ന് സ്ട്രോങ് ആക്കി കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മേക്കിംഗ്, ജൽദാസ എന്തെല്ലാം മെറ്റീരിയലും ഉണ്ട്, ഞാൻ 2 കൊല്ലമായി പഠിച്ചിട്ട്, അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഹൈഡ്രോ കാർബൺ. നിങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന കെമിസ്ട്രിയെ 3 തരത്തിൽ തിരിക്കുക. ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക്, ഓർഗാനിക്. ഇതിൽ ഓർഗാനിക് നിങ്ങൾ എപ്പോ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. കാരണം എനിക്ക് നല്ല പണി കിട്ടിയിട്ടുള്ള സംഭവമാണ് ഓർഗാനിക്. എനിക്കൊന്നും അറിയില്ലായിരുന്നു, ബേസ് ഒന്നും അറിയില്ലായിരുന്നു. സി എവിടെയുണ്ട്, എച്ച് ഇവിടെയുണ്ട്, അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്, റിയാക്ഷൻ അല്ലാക്കി ഞാൻ ചെയ്ത പകുതിയിൽ കൂടുതൽ ഓർഗാനിക് ക്വസ്റ്റ്യൻസ് തെറ്റിയിരുന്നു. അതുവഴി നല്ല മാർക്കൊക്കെ കുറയാനിടയായി. അതുകൊണ്ട് നന്നായി പഠിച്ചതിന് മാത്രം ഓർഗാനിക് അറ്റംപ്റ്റ് ആക്കുക. പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, അതാണ് വേറൊരു കളി. അതിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ട് എല്ലാ കൊല്ലം വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതിയാകും. ഇതാണ് നിങ്ങളുടെ സ്കോറിംഗ് പേപ്പർ. ഇതിൽ എത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്യുന്നോ അതാണ് നിങ്ങൾ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ പാട് ഈസി ആണല്ലോ, സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, 1 to 1 to അങ്ങനെ ആ കളി, അതൊന്നും അവരെ നോക്കി പഠിച്ചോ. കോംപ്ലക്സ് നമ്പർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഐ വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, പലതും കണ്ടുപിടിക്കാനുള്ള പറ്റും. കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കേണ്ടതും ഈസിയൊക്കെ തന്നെയാണ്, ചെയ്ത് പഠിച്ചാൽ മതി. മാത്സ് നിങ്ങൾ ദയവായി വായിച്ചിട്ടൊന്നും പോകരുത്, കാരണം എന്തെങ്കിലും ഒന്ന് ചെയ്ത് പഠിക്കുക. നിങ്ങൾ കുറെ ആൾക്കാരുടെ വിചാരമുണ്ട്, ഞാനിപ്പോ വായിക്കും, ഞാൻ എക്സാം ഹാളിൽ പോയിട്ട് മല മറിക്കും. ശരിക്കും പറഞ്ഞാൽ അതൊന്നും പറ്റൂല. വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്താൽ ഇതൊക്കെ പറ്റും. അനുഭവം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ഹോട്ട് ടോപ്പിക്കാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഉറപ്പായും വരും, 5-6 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. ലീനിയർ ഇക്വേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ എക്സാം ഹാളിൽ ഒരു ടെൻഷനിലായിരിക്കും. വീട്ടിൽ നിന്ന് ചെയ്യുന്നതൊക്കെ ചായ കുടിച്ചോണ്ടോ അങ്ങനെയൊന്നും എല്ലാ പരീക്ഷകളിൽ പോയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ, നമ്മളെ മൈൻഡ് കൺട്രോൾ ആക്കുക. കാരണം ലെസ് ദാൻ, ഈക്വൽ ടു ഇടേണ്ട അടുത്ത് ഗ്രേറ്റർ ദാൻ ഇടും. അങ്ങനെ ചെറിയ ചെറിയ സില്ലി മിസ്റ്റേക്സ് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. 3 ഡയമെൻഷണൽ ജോമെട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ, തലക്കിളി പറയുന്ന ചില ക്വസ്റ്റ്യൻസ് വരും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഇന്റഗ്രേഷൻസ് ആൻഡ് ഡിഫറൻസിയേഷൻ ഭാഗത്തുനിന്ന് ഒരു 40% ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്. നിങ്ങൾ എല്ലാവരും തന്നെ ആ ഫോർമുല ഒന്ന് ബൈഹാർട്ട് ആക്കുക. കാരണം അതൊരു ക്ലിക്കായി തന്നെ പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് സോൾവ് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നേരായ വഴി ചെയ്യണമെങ്കിൽ അതിനൊരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ എടുക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ ഏതൊരു പൊട്ടനല്ല എന്നാൽ ഏതൊരാൾക്കും ഒരു 10 സെക്കൻഡ് കൊണ്ടൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. എൻട്രൻസ് പരീക്ഷയിൽ വെച്ച് നിങ്ങൾ ഒരു 60 സെക്കൻഡ് സേവ് ആക്കി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നിങ്ങളിപ്പോ കേട്ടിട്ട് ചിരിക്കുന്നുണ്ടാവും, എക്സാം ഹാളിൽ പോയാൽ അതിന്റെ വില മനസ്സിലാവും. അടുത്തതായി ലൈൻസ് ആൻഡ് ഫാമിലി ഓഫ് ലൈൻസ്. സ്ട്രെയിറ്റ് ലൈന്, പിന്നെ കോണിക് സെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ ആ പരാബോള, ഹൈപ്പർബോള അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക, അതിന്റെ എയും ഇയും എല്ലാം. മാത്തമാറ്റിക്കൽ ലോജിക് ആൻഡ് ബൂളിയൻ ആൾജിബ്ര വളരെ ഈസി ആണ്, എല്ലാവർക്കും 4 മാർക്ക് കിട്ടും. എന്നിട്ട് ഒന്നും പഠിക്കാതെ പോകരുത്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം, എന്തായാലും 4 മാർക്ക് കിട്ടും. അടുത്തതാണ് വേറൊരു ഹോട്ട് ടോപ്പിക്, ട്രിഗണോമെട്രി. ഫോർമുലയിൽ നല്ലതായിട്ട് ബൈഹാർട്ട് ചെയ്യുക, വേറെ ഒരു ചൊറിയില്ല, നന്നായിട്ട് ചെയ്താൽ കിട്ടും. അടുത്തത് കുറച്ച് നല്ല ഹൈ ലെവൽ വന്നു, ഫിസിക്സ്. എനിക്കൊന്ന് ഫിസിക്സ് കുറച്ച് ടഫ് ഉണ്ടാവില്ല, കാരണം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സ്റ്റൈലാണ്. കാരണം നമ്മൾ +2 എന്താണ് പഠിക്കുന്നത്, ഓരോ ഡെറിവേഷൻ പഠിക്കുന്നു, തിയറി പഠിക്കുന്നു, നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് ഒരു സ്കില്ലില്ല. അതാണ് ഇതിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഫിസിക്സ് ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ പോർഷൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് മെഷർമെന്റ് ഈസി ടോപ്പിക് ആണ്. ഇതിൽ കുറെ എറർ എല്ലാം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. രണ്ടാമത്തത് 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. മോഷൻ എന്ന പ്ലേയിൽ IJK വെച്ചിട്ടുള്ള കളിയെല്ലാം ഉണ്ട്, അത് വിട്ട് കളയരുത് പ്ലീസ്. ലോസ് ഓഫ് മോഷനിൽ എന്താണ് ചോദിക്കുക, ഫ്രിക്ഷൻ, പുള്ളി ഭയങ്കര ഇതാണ്, ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് 2-3 എണ്ണം. വർക്ക് എനർജി പവറിൽ കൊളീഷൻ നല്ല ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വർക്ക് കണ്ടുപിടിക്കേണ്ട ചെറിയൊരു ക്വസ്റ്റ്യൻ കിട്ടും എല്ലാവർക്കും. അടുത്തതായി തല കറങ്ങുന്ന സാധനം, റൊട്ടേഷണൽ മോഷൻ. എനിക്കൊക്കെ നന്നായിട്ട് തല കറങ്ങിന, കാരണം അത് ഞാനൊരു വിട്ട ചാപ്റ്ററാണ്. പക്ഷെ എല്ലാരും പഠിച്ച പിള്ളേർ പറയുന്നത് വളരെ ഈസിയാണ്, കാരണം ഫസ്റ്റിന് കാണുമ്പോൾ ഒന്നും തിരിയൂല, പക്ഷെ ചെറുതായിട്ടൊന്ന് സോൾവ് ഔട്ട് ചെയ്ത പോലെ വളരെ ഈസിയാണെന്നാണ്. നോക്കോ, ഗ്രാവിറ്റേഷൻ ഈസിയാണ്, കളയരുത്.
മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ന്യൂമറിക്കൽസ് വരും. യങ്സ് മോഡുലസ് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം, പിന്നെ ബെർണോളി അത് വെച്ചിട്ടുള്ള AV, പാസ്കൽ വെച്ചിട്ടുള്ള എന്തായാലും പ്രോബ്ലം വരും, നോക്കുക. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പിന്നെ എഞ്ചിൻ, കാർനോട്ട് എഞ്ചിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തൊരു ഹോട്ട് ടോപ്പിക് ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നാണ്. നല്ല വെയിറ്റേജ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുണ്ടെന്ന കറണ്ടിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന സർക്യൂട്ട് സോൾവ് ആക്കണ്ടേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് കട്ട് എല്ലാം ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. കിർച്ചോഫ് ഒക്കെ ഒന്ന് തറോ ആയിട്ട് പഠിച്ചു വെക്കുക. സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് നല്ല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ ആ നാൻഡ് നോർ ഗേറ്റിൽ ഒന്ന് പഠിച്ചോ, ഈസിക്ക് 4 മാർക്ക് കിട്ടുന്നതാണ്. വെറുതെ ഒന്ന് A.B ഒക്കെ ചെയ്തൊക്കെ കിട്ടും, ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തത് ഞാൻ എൻ്റെ വക ചില പ്രിപ്പറേഷൻസ് ടിപ്സ് പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആകും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് നെഗ്ലക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റൈലിൽ മാത്രം ഇതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഏതൊരു പരീക്ഷയുടെയും സിലബസും എക്സാം പാറ്റേണും അറിയാതെ നിങ്ങൾക്ക് ഒരു കോണയും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അത് നല്ലൊരു തറവായിട്ട് നോക്കൂ. ഏതൊക്കെയാണ് നല്ല വെയിറ്റേജ് ഒന്ന് നോക്കി വെക്കുക, ഉപകാരപ്പെടും. അടുത്തതായി സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. ഞാൻ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് തിയറി ഇങ്ങനെ പഠിച്ചു വാരി വലിച്ച് അവിടുന്ന് ഒക്കെ പഠിച്ചിട്ട് പോകും. പക്ഷെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയില്ല, കാരണം ബേസ് ഇല്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടാകുമ്പോൾ മുട്ട പുഴുങ്ങിയാണ് ഇരിക്കുന്ന കാണാം. അതുകൊണ്ട് ആ ബേസിക്സ് ഒന്ന് തറവാക്കുക, പിന്നെ എല്ലാം സെറ്റാണ്, പിന്നെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയിക്കോളും. പിന്നെ മെയിൻറ്റെയിൻ എ ഹാബിറ്റ് ടു സ്റ്റഡി ഡെയിലി. ഇതൊരു എൻട്രൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലവരുണ്ട് ഇന്ന് പഠിക്കും, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കും, പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കും, പിന്നെ പരീക്ഷയുടെ തലേന്ന് രാത്രി ഇരുന്നിട്ട് മല പോലെ ഇരുന്നിട്ട് പഠിക്കും. ഒരു ബാഡ് ഹാബിറ്റ് തന്നെയാണ്. കാരണം നമ്മൾ റെഗുലർ ആയിട്ട് പഠിച്ചാലേ നമുക്ക് റിവിഷൻ ചെയ്യാനോ റീവെൻഡ് ചെയ്യാനോ റിഫ്രഷ് ചെയ്യാനോ ഒക്കെ ഒരു മൂഡ് ഉണ്ടാകും. അത് നോക്കി വെക്കുക. പിന്നെ മേക്ക് ഷോർട്ട് നോട്ട്സ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. കാരണം പരീക്ഷയുടെ തലേന്ന് വീക്കൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് ഈ ഷോർട്ട് നോട്ട് ആക്കുക വഴി നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് വിത്ത് സാമ്പിൾ പേപ്പർ. നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യുക. കാരണം മാർക്ക് കൂടാൻ ഇതിനേക്കാളും വലിയൊരു വഴി ആർക്കും പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. മേക്ക് റിവിഷൻ. ചില ആളുണ്ട് കുറെ നേരം പഠിക്കും, ഇത് പറയും അയ്യോ എനിക്ക് പഠിച്ചൊന്നും ഓർമ്മയില്ല, ഞാൻ പഠിച്ചൊന്നും തിരിഞ്ഞിട്ടാ, ഞാൻ തോക്കും, ഞാൻ പൊട്ടി. ഇതിലുള്ള കാരണം റിവിഷൻ ഇല്ലാത്തതാണ്. ഒരു റിവിഷൻ വെച്ച് പഠിച്ചാൽ, കാരണം ഒരാഴ്ച മുമ്പ് പഠിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നല്ല ഐക്യം ഉള്ളവർക്ക് പറ്റുമായിരിക്കും, പക്ഷെ എന്നെ പോലത്തെവർക്കൊന്നും പറ്റൂല. അതുകൊണ്ട് റിവിഷൻ വെച്ച് നല്ലതായിട്ട് പഠിക്കുക. ബി ഫോക്കസ്ഡ് ആൻഡ് കോൺഫിഡൻറ്റ്. ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ കീം JEE എൻട്രൻസ് ഒന്നല്ല ജീവിതത്തിന്റെ അവസാനം. IIT കിട്ടിയില്ല, NIT കിട്ടിയില്ല, CET പോകാൻ പറ്റിയില്ല, അതുകൊണ്ടൊന്നും ലൈഫ് തീർന്നിട്ടൊന്നുമില്ല. ഒരുപാട് ഫ്രണ്ട്സിന്റെ ജീവിതത്തിൽ ജയിച്ച ഇതൊന്നും കിട്ടാതെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ജീവിതത്തിന്റെ അവസാനമല്ല. കിട്ടി പോയാൽ പോയി. അങ്ങനെ വെച്ചാൽ നമ്മളെ കഴിവിന്റെ മാക്സിമം നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ടേക്ക് ഇന്റർവെൽസ്. കുറെ ആൾക്കാരുണ്ട് 2, 3, 5 മണിക്കൂർ തുടർച്ചയായിട്ട് ഇങ്ങനെ പഠിക്കുകയാണ്, ഒരു രക്ഷയില്ല. വെച്ചടി പഠിച്ചു തന്നെ അവസാനം കണ്ണ് സ്ട്രെയിൻ ആയിട്ട് പ്രോബ്ലം എല്ലാം ആവും. അതുകൊണ്ട് 2 മണിക്കൂറെല്ലാം പഠിച്ചൊന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് ഫ്രണ്ട്സോട് അല്ലെങ്കിൽ ഫാമിലിയോട് ഒന്ന് മിണ്ടുക, ഒരു പാട്ടൊക്കെ കേൾക്കുക, പിന്നെ പുറത്തൊരു പച്ചപ്പിലേക്കെല്ലാം നോക്കുക. അപ്പൊ കണ്ണൊരു റിഫ്രഷ് ആവും. പിന്നെ എൻ്റെ കുറച്ച് ടിപ്സ് വേറെയും പറഞ്ഞുതരാം. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഒരു വാച്ച് കെട്ടി പോവുക. കാരണം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2.5 മണിക്കൂറിൽ എത്ര ടൈം പോയി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന റൂമിൽ ക്ലോക്ക് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്ന ക്ലോക്ക് ആയിരിക്കില്ല. അതുകൊണ്ട് ഒരു വാച്ച് കെട്ടി നിങ്ങൾ എന്തായാലും എക്സാമിന് പോവുക. രണ്ടാമത്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി ഒന്ന് ബാത്റൂമിലേക്ക് പോവുക. കാരണം എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. എക്സാം ഹാളിൽ വെച്ചിട്ട് ഒന്നിന് പോകണമെന്നൊന്നും വെച്ചാൽ നടക്കുന്ന കാര്യമില്ലാന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു മാനസിക പരിഗണന വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുമായിരിക്കും. എന്നാലും ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി വരുന്നത് നല്ലതാണ്. രണ്ടാമത്തത്, ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോവുക. കാരണം വെള്ളം കുടിച്ചാൽ എന്തെന്നറിയില്ല, ബയോളജിയൊക്കെ ഞാൻ 10 വിട്ടാണ്, എന്നാലും കുറച്ചൊരു റിഫ്രഷ് ആവും. നമുക്കൊരു ടെൻഷനോ ഒരു സ്ട്രെയിനോ ഒക്കെ വരുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ച ഒരു ഇതാവും. പിന്നെ മറ്റവനോടൊന്ന് പോയിട്ട് ചോദിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ പറ്റും. പക്ഷെ കവറൊന്നും ഉണ്ടായിക്കൂടെ, നിങ്ങൾ തുണ്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയായിട്ട് ഇതിനൊന്ന് കണക്കാക്കരുത്. ദയവായി പറയുകയാണ്, തുണ്ടൊന്ന് കൊണ്ടുവരുത്. കാരണം എങ്ങാനും നമ്മൾ ഇൻവിജിലേറ്റർ നമ്മളെ നോക്കി ഒന്ന് കണ്ണുരുട്ടിയാൽ നമ്മൾ എത്രത്തോളം മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആളായിക്കോട്ടെ ജസ്റ്റ് ഒന്ന് പതറിപ്പോകും. പിന്നെ ആകെ അലമ്പായി, കൊളായി, എക്സാം ആയി, ജസ്റ്റ് കരഞ്ഞുകൊണ്ടല്ലേ വരേണ്ടി വരും.
അതുകൊണ്ട് തുണ്ടൊന്നും കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കരുത്. അടുത്തതായി ഉച്ചക്കുള്ള എക്സാം ആണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ബിരിയാണിയൊക്കെ കഴിച്ച് ദയവായി പോകരുത്. എനിക്കൊക്കെ പണി കിട്ടിയാണ്, ഞാൻ KVPY എക്സാമിന് പോകുമ്പോൾ ബിരിയാണിയൊക്കെ തിന്നൽ പോയി. ഒന്നാമത് ആ ക്വസ്റ്റ്യൻസ് ഒന്നും തിരിഞ്ഞിട്ട്, രണ്ടാമത് ഞാൻ അവിടെ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. നാലാമത്തെ നമ്മളെ ബിഹേവിയർ. ശരിക്കും പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സ് ഒക്കെ ആലോചിക്കണം, നിങ്ങൾ 1 കൊല്ലം പഠിച്ചത് മുഴുവൻ ഈ ഒരു 2.5 മണിക്കൂറിൽ പെർഫോമൻസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു ദിവസം നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ആ ദിവസം ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും, നിങ്ങൾ ഗസ് അടിച്ചതൊക്കെ ശരിയാകും. ചിലപ്പോൾ നിങ്ങൾ എല്ലാ ഗസ്സും തെറ്റായിരിക്കും. അത് നിങ്ങൾ ആ ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ രാവിലെയൊക്കെ എണീച്ച് അമ്മയോട് അച്ഛനോ ഒന്നൊരു കലമ്പൊന്നും ആക്കാതെ നല്ല ചിരിച്ച് സന്തോഷമായിട്ട് മൈൻഡ് സെറ്റാക്കി പോകുക. പിന്നെ എല്ലാം നിങ്ങളെ വഴിയെ തന്നെ വന്നോളൂ. അടുത്തതായി ഞാനൊരു ഗസ് ചെയ്യേണ്ട ഒരു ഇത് പറഞ്ഞുതരാം. 5 ഓപ്ഷൻ അല്ല ഉള്ളത്. സാധാരണ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് പരിശീലിച്ച ഒരു കുട്ടിയാണെങ്കിൽ അതിൽ ഒരു ഓപ്ഷൻ പെട്ടെന്ന് തന്നെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് 4 ഓപ്ഷനാണ് അല്ലെ. അതിൽ ഒരു 1-2 നോക്കിയാൽ 2 ഓപ്ഷൻ കളയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാവില്ല 2 ഓപ്ഷനാണ്, ഇങ്ങോട്ട് തുള്ളണം അങ്ങോട്ട് തുള്ളണം. അപ്പൊ ഈ 2 ഓപ്ഷനാണ് നിങ്ങൾ എപ്പോഴും കുഴപ്പിക്കുക. നിങ്ങൾക്ക് കുറച്ചൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ കറക്കി കുത്താൻ പോയിക്കോ, ഇല്ല വേണ്ട. കാരണം 1 മാർക്കിന് വരെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കീമിൽ റാങ്ക് നിർണ്ണയിക്കുമ്പോൾ. ചിലപ്പോൾ ഒരു 10 മാർക്ക് ഡിഫറൻസ് വന്നാലും ഒരു 500 റാങ്ക് താഴോട്ട് മീത്തിലോട്ടെല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, റാങ്ക് വന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് കറക്കി കുത്തുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കുമ്പോൾ എന്താണ് പറയല്, എടാ 50-50 ചാൻസ് ചെയ്യലു, എന്തായാലും തോക്കൂടാന്നല്ലേ. പക്ഷെ ഇത് 50-50 അല്ല, 20:80 ആണ് ചാൻസ്. 5-ൽ 4 തെറ്റാണ്. അപ്പോൾ അത് കണ്ടു മാത്രം ചെയ്യുക. പിന്നെ നിങ്ങൾ ഒന്നും നടക്കുന്നില്ല, 18ാമത്തെ അടവും പാളി, ഇനി 19 പരീക്ഷിച്ചേ മതിയാവൂ എന്നാണെങ്കിൽ നിങ്ങൾ കറക്കി കുത്താൻ പോയിക്കോ. എന്തായാലും തോക്ക് എന്നൊക്കെ സ്ഥിതിയാണെങ്കിൽ പോയിക്കോ. പക്ഷെ ആലോചിക്കണം, -1. വേറൊരു ടീംസ് ഉണ്ട്, ഭഗവാനെ ഇത് ശരിയാകണേ. ഞാനും പണ്ട് കുറെ ട്രൈ ഒക്കെയാണ്. ദയവായി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതുകൊണ്ടൊന്നും വലിയ കാര്യം എനിക്കുണ്ടായിട്ടില്ല. ചിലപ്പോ ചട്ടിക്കോ മറ്റോ ശരിയാവുമായിരിക്കും, എന്നാലും നോക്കി മാത്രം ചെയ്യുക. പിന്നെ കുറെ മച്ചന്മാരുണ്ട് കറക്കി കുത്താൻ മാത്രമായിട്ട് എൻട്രൻസ് എഴുതാൻ വരുന്നത്. അവരൊരു പെന്നും കറക്കിട്ട് ഒരു വരത്തുണ്ട്, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കൊന്നുമില്ല. 1 A കറക്കി, 2 C കറക്കി, 3 D കറക്കി, ഒരുമാതിരി കറപ്പിക്കൽ തന്നെ. അവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മളെ പൃഥ്വിരാജ് ഏട്ടൻ പറഞ്ഞ ആ ഡയലോഗ് ആയിരിക്കും എന്ന്. എന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അർജുൻ ദിനേശൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഒരു റെഗുലർ ആയിട്ട് ഒരു സീരീസ് ഇറക്കാമോ എന്ന്. ഓരോ പാഠഭാഗം വെച്ചിട്ട് അതിന്റെ ഷോർട്ട് കട്ട്, ഞാൻ അതിന്റെ ഒരു കണ്ടന്റ് മേക്കിങ്ങിലാണ്, ഗ്രാവിറ്റേഷൻ അതിന്റെ ഒരു 5 ഷോർട്ട് കട്ട്, അങ്ങനെ ഒരു വീഡിയോ സീരീസ് ഞാൻ റിലീസ് ആക്കുന്നുണ്ട്. ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കുക, എല്ലാവർക്കും ഇഷ്ടമാവട്ടെ. നിങ്ങൾ ഇങ്ങനെ ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും കമന്റ് ചെയ്തും സപ്പോർട്ട് ആക്കിയാൽ മാത്രമേ എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട പോർഷൻസ് ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ ഇടുക. കാരണം എനിക്ക് അറിയുന്നില്ല ഇത് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ ഇടുക. എല്ലാവർക്കും എന്റെ ആശംസകൾ. എല്ലാവരും ജയിക്കട്ടെ, എല്ലാവരും നല്ല മാർക്കോടെ റാങ്കോടെ പാസ്സാവാൻ പറ്റട്ടെ, നല്ല കോളേജുകളിൽ പഠിക്കാൻ പറ്റട്ടെ, വൈബ് ആകട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കില്ല.